ഹലോ ഗായ്സ്, സെല്ലുറോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളെ ഞായറാഴ്ച ദിവസം വെറുതെ ചില്ലടിക്കാന്ന് വിചാരിച്ച് നേരെ എത്തിയത് നമ്മളെ തോഹ ഡോക്ടറിന്റെ ക്ലിനിക്കിലേക്കാണ്. തോഹ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഹോമിയോ ഡോക്ടറാണ്. മൂപ്പറ ക്ലിനിക്കിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം വിഷ്വൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം, തോഹ ഡോക്ടറെയും കാണിച്ചു തരാം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നേരം അവിടെ ചിലവഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ഞാൻ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ച് വിട്ടതാണ്. വിട്ട് അങ്ങനെ കുറച്ച് ലോങ് അങ്ങ് എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ആക്കിലിനെയും തോഹ ഡോക്ടറെയും കണ്ടുമുട്ടി. അതിനുശേഷം തോഹ ഡോക്ടർ സിംഗിളായിട്ട് അങ്ങോട്ടേക്ക് മുമ്പിൽ പോകുന്നുണ്ട്. ഞാനും ആക്കിലും എൻ്റെ വണ്ടിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വോയിസ് ക്ലിയർ ഇല്ലാത്തത് കാരണമാണ് ഇവിടുന്ന് അങ്ങോട്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ചില പോർഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിമനോഹരമായ ഒരു റൂട്ടിലാണ് നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത്. അപ്പം ബാക്കി വീഡിയോ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഈ സ്ഥലമൊക്കെ കാണാതെ പോകുന്നത്. ആക്ച്വലി ഈ സൺഡേ എന്ന് പറഞ്ഞ ദിവസം നമ്മളില്ലേ വീട്ടിൽ കൂടി ഇരിക്കുന്ന പരിപാടിയേ ഇല്ല. അല്ല സ്ഥലമാണ് അത് കറക്റ്റ് എക്സ്പ്ലോർ ചെയ്ത് വെച്ചാൽ പല രീതിയിലായിരിക്കും നമ്മളെ അല്ലേ. നാടെല്ലാം നല്ല എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ഇപ്പം വേണം വയനാടേക്ക് പോകണമെങ്കിൽ പോകും. പ്രത്യേകിച്ച് ഈ പ്രകൃതിൻ്റെ മനോഹാരിത നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ആ ഒരു ഫ്രഷ് എയറും ആ കണ്ണിന് കുളിർമയേക്കുന്ന പച്ചപ്പും അല്ലേ. ഇതൊക്കെ ഇറക്കം നോക്കിയാൽ വയനാട് ചുരം തന്നെ നമുക്ക് ബ്രേക്കില്ല ബ്രോ. ബ്രേക്കില്ലെങ്കിൽ അങ്ങ് കണ്ടത്തിൽ കിടക്കാം. സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് ഇന്നത്തെ സ്ഥലത്തോട് വന്നു. ഇത് മുമ്പ് എൻ്റെ ഫ്രണ്ട് നമ്മൾ ആശിക്കോടല്ലേ ചീമൻ എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ പഠിച്ചത്. അവൻ ഇതുവഴിയാണ് ബസ്സിൽ വരുന്നത്. അപ്പം ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞു ഈ ഒരു ജംഗ്ഷൻ ബസ് ഓടിച്ച് കയറ്റാൻ. നമ്മളിതാ പള്ളിപ്പാറ മുക്കാമിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തി ഇവിടെ എത്തി.
നമ്മളങ്ങനെ വരുന്ന വഴിക്ക് നമ്മളെ ആക്കിലിനെയും തോഹ ഡോക്ടറെയും കണ്ടുമുട്ടി. അങ്ങനെ അവരോട് ചോദിച്ചാൽ അവരുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ പള്ളിപ്പാറ പോകുന്നുണ്ട്. അങ്ങനെ അവരപ്പുറം വേഗം വെച്ച് പിടിച്ചു പള്ളിപ്പാറയിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഞാൻ ഇട്ട വിഷ്വൽ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു കിടിലൻ യാത്രാനുഭവമാണ് കേട്ടോ. നമ്മൾ കുറേ ക്യാഷൊക്കെ മുടക്കി 1 ഡേ ട്രിപ്പായിട്ട് വയനാടെല്ലാം പോയി. ആകെ 1-2 പ്ലേസൊക്കെ. വയനാടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം നന്നായിട്ട് അവിടെ യാത്ര ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ ഈ ഒരു ദിവസമൊക്കെ നമ്മൾ വയനാടേക്ക് ടയേർഡായി തീരുന്ന ഒരു യാത്രയായിരിക്കും. ഒന്നും വേണ്ട, നമ്മളെ നാട്ടും പുറത്തുള്ള മലയോര മേഖലയിൽ തന്നെ കയറിയാൽ നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര കാലം അങ്ങനെ പോവാത്തതാണ്. അപ്പോൾ നമ്മയിലിങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ആ വണ്ടിയിൽ വരുമ്പോൾ ആ ചുരത്തിൻ്റെ സൈഡിൽ റബ്ബർ തോട്ടവും കുറേ വളവും തിരിവുമായിട്ടുള്ള ചീമേനി നമ്മളെ മുക്കട പാലത്തിൻ്റെ വഴിയിലെ പള്ളിപ്പാറയിലേക്കുള്ള റൂട്ട് പൊളി എന്ന് പറഞ്ഞാൽ പൊളി റൂട്ട്. എന്തായാലും ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ ആ റൂട്ടൊന്ന് ട്രൈ ചെയ്യുക. നമ്മളെ തൃക്കരിപ്പൂർ ഭാഗത്തുള്ളവർക്കൊക്കെ കിടിലൻ അനുഭവമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ബെസ്റ്റ് സ്ഥലം. അപ്പോൾ ഒന്ന് മൊക്കാമിലെല്ലാം കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ മൊക്കാം സിയാറത്തിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ലൊരു കാം ആൻഡ് കൂൾ പ്ലേസ് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ മൈൻഡ് അല്ലാക്കില്ല പറയാനുണ്ടോ? അടിപൊളി. നല്ല പ്രകൃതിയും നല്ല സൈലൻ്റായി കിടക്കുന്നത്, നമ്മുടെ മനസ്സും എല്ലാം ഇങ്ങനെ ശാന്തമായിട്ട് ആ ഒരു അല്ലേ അങ്ങനെ അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട് അത്. യാത്ര എപ്പോൾ അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. ആഴ്ചക്ക് ഒരിക്കലെങ്കിലും ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാം. അത് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, ആരെപ്പറാണെങ്കിലും. ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഒറ്റക്കെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങി യാത്ര ചെയ്യുക. അത് മസ്റ്റായിട്ട്. യാത്രകൾ എന്ന് വെച്ചാലേ ഈ ഒഴുകുന്ന നദികൾ പോലെയാന്ന് പഴമക്കാർ പറയലുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം എപ്പം മലിനമായിരിക്കും. പല വസ്തുക്കളായിട്ട് ഇങ്ങനെ കടന്ന് മൊത്തത്തിൽ മലിനമായിരിക്കും. നേരെ കുറച്ച് ഒഴുകുന്ന വെള്ളം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ്, നല്ല ശുദ്ധി ഉണ്ടാവും. അതേപോലെ ആകുമ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മനസ്സില്ലേ നല്ല ക്ലിയർഫുൾ ആവും അല്ലേ? തന്നെ കേൾക്കാൻ തന്നെ എന്ത് കുളിർമ. ഒരു സാഹിത്യം പറഞ്ഞ സാഹിത്യം. ഇതാ മക്കളെ കണ്ടോക്ക്, ഒരു കിണ്ണം കാച്ചി. അങ്ങനെ റബ്ബർ തോട്ടത്തിൻ്റെയും ചുരത്തിൻ്റെ എല്ലാം ഇടയിലൂടെ ഇങ്ങനെ വഴി ഇറങ്ങി നമ്മൾ പോയെന്ന്. ഏകദേശം നല്ലൊരു കാമായിട്ടുള്ള സ്ഥലം. ഇതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഇതാണ്. ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇറങ്ങി ബൈക്കിലോ കാറിലോ ഏതിലാണ് നിങ്ങൾക്ക് കംഫർട്ട് അതിലങ്ങനെ യാത്ര ചെയ്യാം. എപ്പോഴും നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരു രസമുള്ള സ്ഥലം. എല്ലാ സ്ഥലവും മാക്സിമം നിങ്ങൾ കാണാൻ നോക്കണ്ട. ഈ സ്ഥലത്ത് എത്തിയിട്ട് ഈ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ച്. നല്ല കിടിലൻ സ്പോട്ട്. ഫുള്ളിതാ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലം. ഇതൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യും. അത്രയും നല്ല കിടിലൻ സ്ഥലം. അപ്പുറം അതാ സൺസെറ്റിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് കടപ്പുറം മാത്രമല്ല, ഇങ്ങനത്തെ മലേൻ്റെ മുകളിൽ പോയാലും സൺസെറ്റ് കാണാം. അതാ ആ ബേക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതാ അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. നല്ല കിടിലൻ സംഭവം. ഇതാ നമുക്ക് നല്ല കിടിലൻ സ്ഥലം കേട്ടോ മക്കളെ. ഓഹ്, എന്താ വൈബ്. ഇങ്ങനത്തെ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നതാണ്. പിന്നെ മഴക്കാലത്തൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ പാറയിലെല്ലാം ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല സ്ലിപ്പ് മോഡാണ്. ബതി പോകാനും ചാൻസ് ഉണ്ട്. ഒരു രസം. ഇതാ ദൂരെ അങ്ങനെ കാടും മലയെല്ലാം തിങ്ങി നിറഞ്ഞ ആ പ്ലേസ്. കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ ഒന്നുമില്ല. നല്ല സൈലൻ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതാ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യലായി. ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഇനി നമ്മളെ ഫോണിൽ ക്ലാരിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. സെല്ലുറോക്സിൻ്റെ പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ഫ്രം സെല്ലുറോക്സ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, മറക്കാണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെന്ത് അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പം ബൈ.